ഹലോ ഗുഡ് മോർണിംഗ്. ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ നെറ്റ് സോഷ്യൽ വർക്ക് ഡിസംബർ സൈക്കിളിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ ഒരു 4 വീഡിയോ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സോ ദിസ് വിൽ ബി ദ 5th വീഡിയോ. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. സോ ആ വീഡിയോസ് കാണാത്തവർ കാണാൻ വേണ്ടി ശ്രമിക്കുക. അതിൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 14 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ശരി. സോ നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ മാച്ച് ഓഫ് ഫോളോയിങ് ആണ്. മാച്ച് ഓഫ് ഫോളോയിങ് വരുമ്പോൾ നമ്മൾ എന്തായാലും മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ് മാച്ച് ഓഫ് ഫോളോയിങ്. ഒരു കാരണവശാലും നിങ്ങൾ വിടരുത്, കാരണം എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് അത് ശരിയാക്കാൻ പറ്റും. എന്തെങ്കിലും ലൂപ്പ് ഹോൾ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, ശരി. നോക്കിക്കേ, ഞാൻ എന്താ മാച്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ്. ഇക്വാലിറ്റി ജസ്റ്റിസ് എന്നുള്ളത് ഏതിന്റെ എല്ലാവരും തുല്യർ, എല്ലാവരും നീതിയുള്ള അല്ലെങ്കിൽ നീതിയോടെയുള്ള നീതി സമത്വമുള്ള ഒരു സമൂഹം, നീതി സമത്വമുള്ള ഒരു സമൂഹം എന്ന് പറയുന്നത് ഏതിന്റെ ഐഡിയ ആയിട്ട് നമ്മൾ പറയാറ്? സോഷ്യലിസ്റ്റിന്റെ ഐഡിയ ആയിട്ട് പറയുന്നതാണ് അല്ലെ. നീതി സമത്വമുള്ള സമൂഹം എന്ന് പറയുന്നത് ഏതിന്റെ ഐഡിയോളജിയാണ്? സോഷ്യലിസ്റ്റിന്റെ ഐഡിയോളജി ആയിട്ട് പറയുന്നതാണ്. അപ്പൊ ഹ്യൂമനിസത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഏതാണ്? ഹ്യൂമനിസത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഭക്തി മൂവ്മെന്റ് ആണ് കേട്ടോ. ഭക്തി മൂവ്മെന്റ്, നിങ്ങൾ ഹിസ്റ്ററിയിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഭക്തി മൂവ്മെന്റ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. എന്താ വരുന്നത്? ദ്രവിഡിയൻ സംഘം ലിറ്ററേച്ചർ ഒക്കെ ആയിട്ട് കണക്ട്, അല്ലെങ്കിൽ സംഘ കാലഘട്ടത്തിൽ തൊട്ടിട്ടേ ഭക്തി മൂവ്മെന്റ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്താ ഭക്തി മൂവ്മെന്റിൽ ബേസിക്കലി പറയുന്നുണ്ടായിരിക്കുക? ആ ഭക്തിയിലൂടെ ആ ഒരു സാൽവേഷൻ അച്ചീവ് ചെയ്യാന്നുള്ളൊരു കൺസെപ്റ്റ് ഒക്കെയാണ് മെയിൻലി വരുന്ന. ആൾവാറെന്നും അതേപോലെ തന്നെ നിങ്ങൾ മറ്റേ പൊന്നിയിൻ സെൽവനിൽ പറയുന്നുണ്ടല്ലോ ആൾവാർക്കടിയാർ എന്ന് പറയുന്നില്ലേ. അപ്പൊ അതിൽ ആൾവാർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? വൈഷ്ണവേറ്റ്സിനെ ഉദ്ദേശിക്കുന്നതാണ് ആൾവാർ എന്നുള്ള ടേം. അതൊക്കെ ഒരു ഭക്തി മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഹിസ്റ്റോറിക്കലി നമ്മൾ പറയുന്ന സംഭവങ്ങളാണ് കേട്ടോ. നല്ല ഒരു മൂവ്മെന്റ് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഭക്തി മൂവ്മെന്റ്, സൂഫി മൂവ്മെന്റ്സ് ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. നോർത്തിൽ സൂഫി മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു, സൗത്തിലേക്കും കൂടെ ഭക്തി മൂവ്മെന്റ് ഇൻഫ്ലുവൻസ്, അങ്ങനത്തെ ഒരു സംഭവം. ഓക്കെ, ശരി. അപ്പൊ അത് ഹ്യൂമനിസവുമായിട്ട് കണക്ട് ആണെന്ന് മനസ്സിലാക്കുക. സർവോദയ, സർവരുടെയും ഉദയം എന്നുള്ളൊരു കൺസെപ്റ്റോട് വന്നാണ്. സർവോദയ എന്ന് പറയുന്നത് ലോക്നീതി ആൻഡ് സ്വരാജ്യമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് കേട്ടോ. ലോക്നീതി ആൻഡ് സ്വരാജ്യ. ഇനി സോഷ്യൽ വർക്ക് പ്രൊഫഷൻ നമുക്കറിയുന്നല്ലേ, നമ്മളുടെ ബേസിക് സംഭവം എന്താ? സോളിഡാരിറ്റി വിത്ത് മാർജിനലൈസ്ഡ് പീപ്പിൾ. എന്താ പറയുക, അരികവൽക്കരിക്കപ്പെട്ട വ്യക്തികളോട് അല്ലെങ്കിൽ നിരന്തരമായി പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളോടുള്ള ഐക്യദാർഢ്യമാണ് സോഷ്യൽ വർക്ക് പ്രൊഫഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? സോ ഇങ്ങനെ വരുന്ന A2B1 C4 D3. അതിൽ DM. സോ ഇപ്പൊ ഭക്തി മൂവ്മെന്റും സർവോദയവും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോലും സോഷ്യലിസവും സോഷ്യൽ വർക്ക് മൂവ്മെന്റും അറിയാലോ. B1 ആണെന്നും D3 ആണെന്നും അറിയാം. നോക്കിക്കേ, A2B1 ഒറ്റ ഓപ്ഷനല്ലേ വരുന്നുള്ളൂ, A2യും D3യും വരുന്നത്. അതായത് സോഷ്യലിസം സോഷ്യൽ വർക്ക് മൊമെന്റും കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്തല്ലേ. സോഷ്യൽ വർക്ക് പ്രൊഫഷൻ കിട്ടിയാൽ തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റല്ലേ. സോഷ്യലിസം എന്ന് പറയുന്നത് ഇക്വിറ്റി ആൻഡ് ജസ്റ്റിസ് ആണെന്നും ഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ് ആണെങ്കിലും സോഷ്യൽ വർക്ക് പ്രൊഫഷൻ സോളിഡാരിറ്റി വിത്ത് മാർജിനലൈസ്ഡ് ആണെങ്കിലും ഉത്തരത്തിലേക്ക് എത്താം. ആ രണ്ടെണ്ണം കിട്ടിയാൽ മതി. അപ്പൊ മാച്ച് ഫോളോയിങ് വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയുന്നതാണ്, എല്ലാം അറിഞ്ഞാലേ കുത്തു എന്നുള്ള വാശി കാണിക്കരുത് കേട്ടോ. ഏതെങ്കിലും ഒരെണ്ണം തന്നെ ധാരാളമായിരിക്കും ചിലപ്പോൾ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ വരുന്നത്? A2B1 C4 D3 ആണ് അതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, ശരി. അടുത്ത് നോക്കിയേ, സെൻട്രൽ പ്രിസൺസ് ഹൗസ് ദോസ് പ്രിസണേഴ്സ് ഹു ഹാവ് ബീൻ സെന്റൻസ്ഡ് ഫോർ ഓവർ ഇയേഴ്സ്. എത്ര വർഷത്തിൽ കൂടുതലുള്ളവരെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ആക്ച്വലി 3 years ആണ് ഏറ്റവും കുറവുള്ളത്. 3 years ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. പക്ഷെ ചില റീഡിങ്സ് ഒക്കെ നിങ്ങൾ നോക്കുന്ന സമയത്ത് 2 years എന്നൊക്കെ കാണിക്കും. 2 years എന്ന് കാണിക്കുന്ന റീഡിങ്സ് ഉണ്ട്. അതേപോലെ തന്നെ ചിലതിൽ 5 years എന്നും കാണിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ നിയർ ബൈ ഒന്നും ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് 3 എന്ന് എഴുതാം. 3 മാത്രമേ വരുന്നുള്ളൂ. 10 വർഷം വരെ എന്തായാലും എത്തണ്ട. 10 വർഷത്തിലും കുറവാണ്. അപ്പൊ നമുക്ക് അത് ഊഹിക്കാമല്ലോ. 3 മാത്രമേ വരുന്നുള്ളൂ, വേറെ ഓപ്ഷൻസ് ഇല്ല. അതുകൊണ്ട് സുഖമാണ് കേട്ടോ. അപ്പൊ ഇത്രയും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ, ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. എന്താണ് അതിനയുടെ ഏറ്റവും നിയറസ്റ്റ് വാല്യൂവിനെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ചില റീഡിങ്സിൽ 2 years എന്നുള്ളത് ഭയങ്കര പ്രൊഡോമിനന്റ്ലി കാണുമ്പോൾ കുറെ റീഡിങ്സിൽ 2 years കൂടെ കിടക്കുന്നുണ്ട്. അപ്പൊ അത് ജസ്റ്റ് കൺഫ്യൂഷൻ ആവണ്ട. 3 എന്നുള്ള ഏറ്റവും അടുത്ത് കൊടുക്കുകയാണ്, കാരണം 10 വരെ നമുക്ക് എന്തായാലും വേണ്ട. സെൻട്രൽ പ്രിസൺ ഹൗസ് ദോസ് പ്രിസണേഴ്സ് ഹു ഹാവ് ബീൻ സെന്റൻസ്ഡ് ഫോർ ഓവർ 3 വർഷത്തിൽ കൂടുതൽ ശിക്ഷിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ശരി. അടുത്ത് നോക്കിയേ, HDI റാങ്ക് ഓഫ് 2023. നമുക്കറിയാം HDI ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ റാങ്ക് 2023 റാങ്ക് ആണ്. പക്ഷെ അത് 2025 അതിന്റെ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് HDR റിപ്പോർട്ട്, ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 2023 റാങ്ക് പബ്ലിഷ് ചെയ്യുക 2025 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരിക്കും. 2025 പബ്ലിഷ് ചെയ്യുക 2027 26 പബ്ലിഷ് ചെയ്യുക 24 റാങ്ക് ആയിരിക്കും കേട്ടോ. 2 വർഷത്തെ ഗ്യാപ്പ് വരും. ഓക്കെ, ഇപ്പൊ 2023 റാങ്ക് ആണ് ചോദിച്ചിരിക്കുന്നത്. റിപ്പോർട്ട് 2025 വന്നിട്ടുള്ളത്. അതാണ് HDR 2025 കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, മ്യാൻമർ, പാകിസ്ഥാൻ, ഇന്ത്യ, ശ്രീലങ്ക, നേപ്പാൾ. ഇന്ത്യയും ഇന്ത്യക്ക് ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ എല്ലാവരും ഇന്ത്യയും ഇന്ത്യക്ക് ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളെയും എല്ലാത്തിന്റെയും റാങ്ക് ഒന്നും പഠിച്ചു വെച്ചിട്ടുണ്ടാവില്ല.
ഇത് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതെല്ലാം പഠിച്ചു വെക്കണമെന്നും അവർ ആഗ്രഹിക്കുന്നില്ല. അവർ നിങ്ങൾ ഇതെല്ലാം പഠിച്ചിട്ടുണ്ടോ? ഇന്ത്യക്ക് എത്രാമത്തെ റാങ്ക്, മ്യാൻമറിന്റെ എത്രാമത്തെ റാങ്ക്, പാകിസ്ഥാന്റെ റാങ്ക് എത്ര, നേപ്പാളിന്റെ റാങ്ക് എത്ര, ശ്രീലങ്കയുടെ, ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് പോലും അവർക്ക് അറിയണ്ട. അവർ നിങ്ങളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ഇതിന്റെ ഒരു ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഒറ്റ കാര്യം ഇതിന്റെ ഓർഡർ ചിന്തിക്കാനുള്ളൂ. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ശ്രീലങ്കയുടെ റാങ്ക് ഇന്ത്യയുടെ റാങ്കിനേക്കാൾ മേലെയാണ്. ഇന്ത്യയുടെ റാങ്കിന്റെ മേലെയാണ് ശ്രീലങ്കയുടെ റാങ്ക്. ബാക്കി ഇന്ത്യയുടെ നൈബറിംഗ് കൺട്രീസിൽ ഈ പറയുന്ന മ്യാൻമറും പാകിസ്ഥാനും ഒക്കെ ഇന്ത്യയുടെ താഴെയാണ് കിടക്കുന്നത്. അത് ഓർത്ത് വെച്ചാൽ മതി. ഒറ്റ ഇത് തന്നെ നിങ്ങൾക്ക് കിട്ടും. ശ്രീലങ്കയും ഇന്ത്യയും തമ്മിലുള്ള സംഭവം ഒരു ബന്ധം കിട്ടിയാൽ മതി. ശ്രീലങ്ക ഇന്ത്യയുടെ മേലെയാണ്, ബാക്കി മ്യാൻമറും പാകിസ്ഥാനും നേപ്പാളും ഒക്കെ ഇന്ത്യയുടെ റാങ്കിനേക്കാൾ താഴെയാണ് കിടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ നോക്കിക്കേ, ഡി സിനേക്കാൾ മേലെ വരണം. ഒറ്റ ഓപ്ഷനല്ലേ ഉള്ളൂ മക്കളെ, ഡി സിനേക്കാൾ മേലെ വരുന്നത്. കണ്ടോ, ശ്രീലങ്ക ഇന്ത്യ കണ്ടോ, ഡി സി വരുന്നു, ബാക്കി മൂന്നെണ്ണം ഇന്ത്യ കഴിഞ്ഞിട്ട് വരുന്നു. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾക്ക് ഇത് എത്രത്തോളം അറിയാനേ നോക്കുന്നുള്ളൂ. ഇന്ത്യയുടെ നൈബറിംഗ് കൺട്രീസിൽ ഇന്ത്യയുടെ മേലെ കിടക്കുന്ന രാജ്യം, ഇന്ത്യയേക്കാൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഉള്ള രാജ്യം ഏത്, ഇന്ത്യയേക്കാൾ കുറവുള്ളത് ഏത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുമെന്നേ അവർ നോക്കുന്നുള്ളൂ. അപ്പൊ ഡി ശ്രീലങ്കയ്ക്ക് മാത്രമേ, അല്ലെങ്കിൽ ശ്രീലങ്ക ഈ ഒരു തന്നിരിക്കുന്ന ഓപ്ഷനിൽ ശ്രീലങ്ക മാത്രമേ ഇന്ത്യയേക്കാൾ മേലെ ഉള്ളൂ നിങ്ങൾക്ക് അറിയുമെങ്കിൽ സുഖമായിട്ട് ഇതിൽ കുത്താൻ വേണ്ടി പറ്റും. മ്യാൻമറും നേപ്പാളും പാകിസ്ഥാനും ഒക്കെ ഇന്ത്യയേക്കാൾ കുറവാണെന്നുള്ളൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് കുത്താം. അത്രയും നിങ്ങൾക്ക് അറിയുള്ളൂ. നിങ്ങൾ ഈച്ച് ബൈ ഈച്ച് റാങ്ക് പഠിക്കണം എന്ന് പറയുന്നില്ല. അപ്പൊ ഈ ഒരു കണക്ഷൻ നിങ്ങൾക്ക് കിട്ടിയാൽ മതി. കുറച്ച് സംഭവമായിട്ട് കുറച്ച് കാലങ്ങളായിട്ട് ശ്രീലങ്കയുടെ HDR അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഇന്ത്യയേക്കാൾ മേലെയാണ് എന്നറിഞ്ഞാൽ മതി. ഓക്കെ, ശരി. അങ്ങനെയാണ് നമ്മൾ ആ ഉത്തരത്തിലേക്ക് എത്തുന്നത് കേട്ടോ. ഇനി നോക്കിയേ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ റാങ്കിങ് ഒക്കെ കാണുന്ന സമയത്ത് അതിന്റെ ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. ഇന്ത്യയുടെ റാങ്ക് താഴെ പോവാണോ, അത് ഇന്ത്യയുടെ റാങ്ക് മേലേക്കാണോ പോകുന്നത്, ഇന്ത്യയുടെ നൈബറിംഗ് കൺട്രീസിൽ എന്താ മാറ്റം ഉണ്ടാവുന്നത്, അത്രയും നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾ ഏതോ രാജ്യത്ത് കിടക്കുന്ന ഏതോ രാജ്യത്തിന്റെ കഥ നോക്കണം എന്ന് പറയില്ല. പക്ഷെ ഇന്ത്യയുടെ ചുറ്റിപ്പറ്റി കിടക്കുന്ന ഇപ്പോൾ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, അതേപോലെ തന്നെ മ്യാൻമർ, ശ്രീലങ്ക, അപ്പൊ ഇത്തരം മാൽദീവ്സ്, അപ്പൊ ഇതിന്റെ ഒക്കെ റാങ്ക്സ് ഒന്ന് നോക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ശരി. The United Nations General Assembly adopted the Convention on the Rights of the Child in the year. ഏത് ഇയറിലാണ് അഡോപ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചിരിക്കുന്നത്? 1989 അത് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, 1989 എന്ത് ചെയ്തിട്ടുള്ളത്? അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി adopted the Convention on Rights of Child in the year 1989. ഓക്കെ, ക്ലിയർ ആണോ? ആക്ച്വൽ ആണ് UNCRC എപ്പോൾ അഡോപ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചിരിക്കുന്നത്. UNCRCനെ ബേസ് ചെയ്തിട്ട് മുന്നത്തെ വർഷങ്ങളിൽ വേറെ ക്വസ്റ്റ്യൻസ് അവിടെ ചോദിച്ചിട്ടില്ല. ഇയർ അല്ല ചോദിച്ചിട്ടുണ്ടായിരുന്ന. UNCRCയുടെ ഫോക്കസ് എന്താണെന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ജസ്റ്റ് വായിക്കാൻ വേണ്ടി ശ്രമിക്കാം. UNCRC എന്താണ്, ഏത് വർഷമാണ് അഡോപ്റ്റ് ചെയ്തതെന്നുള്ളത്. ഓക്കെ, ശരി. അടുത്ത് നോക്കിക്കേ, ബേസിക് ആണ്, കിട്ടുന്നുണ്ടോ നോക്കിക്കേ. To solve the problems of social maladjustment in cities and of the lower labor class. ലേബർ ക്ലാസിന്റെയും അതേപോലെ തന്നെ സിറ്റീസിലുള്ള സോഷ്യൽ മാലഡ്ജസ്റ്റ്മെന്റ്സ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് USA ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവോൾവിംഗ് പാറ്റേൺ ഓഫ് സോഷ്യൽ സർവീസ്. സോഷ്യൽ സർവീസിന്റെ ഇവോൾവിംഗ് പാറ്റേൺ ഒക്കെ അതിനെ ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതെന്താ? നമ്മൾ ഇതിൽ പഠിച്ചിട്ടുള്ളതാ. ആന്റി അപ്പാർത്തൈഡ് മൂവ്മെന്റ് അല്ല, ഫെമിനിസ്റ്റ് മൂവ്മെന്റ് അല്ല. എന്തിനെ കുറിച്ച് ചോദിച്ചിരിക്കുന്നത്? ലേബർ ക്ലാസിനെ കുറിച്ച് ചോദിച്ചിരിക്കുന്നത്. ലേബർ മൂവ്മെന്റ് ആണോ നമുക്ക് ഡൗട്ട് വരും. പക്ഷെ അല്ല, എന്താ വരുന്നത്? സെറ്റിൽമെന്റ് മൂവ്മെന്റ് ആണ് വരുന്നത് കേട്ടോ. സെറ്റിൽമെന്റ് മൂവ്മെന്റ് എന്താണെന്ന് അറിയുമെങ്കിൽ നിങ്ങൾക്ക് ഈ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും. USA ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. സോഷ്യൽ സർവീസിന്റെ ഇവോൾവിംഗ് പാറ്റേൺ ആയിട്ട് ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ഉണ്ട്. അതേപോലെ തന്നെ സോഷ്യൽ മാലഡ്ജസ്റ്റ്മെന്റും ലേബർ ക്ലാസിനെയും ഒക്കെ അവരുടെയൊക്കെ പ്രോബ്ലത്തിനെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, സെറ്റിൽമെന്റ് മൂവ്മെന്റ് ആണ് അതിന്റെ ആൻസർ. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, ബേസ് ആണ് അല്ലെ. സെറ്റിൽമെന്റ് ഹൗസ് മൂവ്മെന്റ്സ് ഒക്കെ നമ്മൾ എപ്പോഴും US-ന്റെ ഹിസ്റ്ററി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ ബേസിക്കലി പഠിച്ചു പോകുന്നതാണ്. അതിനൊന്നും ഒരു പാരഗ്രാഫ് ഇത് ചോദിച്ചേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവർക്ക് നമ്മൾ ഡൗട്ട്, സെറ്റിൽമെന്റ് ആണോ? ഞാൻ കുറെ പേരുടെ ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇത് അറിയായിരിക്കും, പക്ഷെ ഈ ആന്റി അപ്പാർത്തൈഡ് മൂവ്മെന്റ് എന്താണെന്ന് അറിയുണ്ടാവില്ല. ചിലപ്പോൾ ലേബർ മൂവ്മെന്റ് എന്താണെന്നും അവർക്ക് അറിയുണ്ടാവില്ല. അപ്പോൾ അവർ ചിന്തിക്കും, ഞാനിത് പഠിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇമ്പോർട്ടന്റ് ആണെങ്കിൽ നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ പഠിക്കാത്ത ഒരു സംഭവം ആയിരിക്കണം എന്നില്ല അത്. നിങ്ങളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, സോഷ്യൽ വർക്കുമായിട്ട് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണെങ്കിൽ നിങ്ങൾ എന്തായാലും അത് പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ എവിടെയെങ്കിലും കേട്ട് കേൾവിയെങ്കിലും ചെയ്തിട്ടുണ്ടാവും ആ സംഭവം അല്ലെ. അപ്പൊ അല്ലാത്തൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, അതില്ല എന്നുള്ള രീതിയിൽ അങ്ങോട്ട് വിശ്വസിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ശരി. ഇത് നോക്കിക്കേ, ഇത് മാച്ച് ഫോളോയിങ് ആണ്. ബാക്കി രണ്ട് ഓപ്ഷൻസ് അപ്പുറത്തെ സ്ലൈഡിലായി പോയി. ഇപ്പൊ നിങ്ങൾ ഇത് മാർക്ക് ചെയ്യേണ്ട, ജസ്റ്റ് നോക്കുക എന്താണ് എംപിരിക്കൽ തിയറി, നോർമേറ്റീവ് തിയറി. കുറച്ച് ലെങ്തി ചോദ്യം ആയതുകൊണ്ട് ഒരു സ്ലൈഡിൽ കൊണ്ടില്ല. എംപിരിക്കൽ തിയറി, നോർമേറ്റീവ് തിയറി വരുന്നുണ്ട്. കൺസെപ്ച്വലൈസ് പ്രിഫറൻസസ്, വാട്ട് ought to be, focus on why, questions and address, uncover causes and relationships. ഓക്കെ, ഇതാണ് വരുന്നത്. ഇപ്പോൾ നോക്കി എക്സ്പ്ലനേറ്ററി തിയറി വരുന്നുണ്ട്, പ്രാക്ടീസ് തിയറി വരുന്നുണ്ട്. ഫോക്കസ് ഓൺ ഹൗ ക്വസ്റ്റ്യൻസ് ആൻഡ് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ഏജൻസി ആൻഡ് സ്ട്രക്ചർ. സിസ്റ്റമാറ്റിക്കലി കൺസെപ്ച്വലൈസ് തിങ്സ് ബിൽട്ട് ഓവർ ഒബ്സർവേഷൻസ്. ഒബ്സർവേഷൻസും എക്സ്പെരിമെന്റ്സും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നമ്മൾ പറഞ്ഞ എംപെരിക്കൽ തിയറിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് കേട്ടോ. A ആണ് അത്, എംപെരിക്കൽ തിയറിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് ഒബ്സർവേഷൻസ്, എക്സ്പെരിമെന്റ്സ് ഒക്കെ കേട്ടോ. ഓക്കെ, പിന്നെ ആൻസർ നമ്മൾ നോക്കുന്ന സമയത്ത്
വേണ്ടേ ആ ഒരൊറ്റ ഒന്നും കിട്ടിട്ടോ എംപെരിക്കൽ ആണ് ഒബ്സർവേഷൻസ് എക്സ്പെരിമെന്റ്സ് എന്നുള്ളത്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് രണ്ട് സ്ലൈഡിലായതുകൊണ്ട് മാർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഉണ്ട് ഫസ്റ്റ് സ്ലൈഡിലെ ആൻസർ ഇപ്പുറത്താ വരുന്നത്, ബി പിന്നെ 1 വരുന്നുണ്ട്, C2 D3 അങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ശരി, അത് ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിമ്പിൾ ആണ്, ജസ്റ്റ് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴത്തെ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് ചെയ്യുക മാത്രമേ വരുന്നുള്ളൂ. വളരെ ഈസി ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിട്ടേട്ടോ. കുറച്ച് ലെങ്ത്തിൽ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ വളരെ സിമ്പിൾ ലാംഗ്വേജ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ശരി. അടുത്ത് നോക്കിക്കേ, വിച്ച് ഈസ് എ പാർട്ട് ഓഫ് മാക്രോ ലെവൽ. മാക്രോ ലെവൽ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മാക്രോ ലെവൽ പ്രാക്ടീസിന്റെ പാർട്ട് ആയിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. മാക്രോ ലെവൽ ആണ്. മൈക്രോ ലെവൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, ചെറിയ സ്മോൾ ഗ്രൂപ്പ് അല്ലെങ്കിൽ സ്മോൾ ലെവലിലുള്ളത്, ഇൻഡിവിജ്വൽ ലെവലിലുള്ള മൈക്രോ, ഇടയിലുള്ള മിസോ ഉണ്ട്, പിന്നെ മാക്രോ ഒരു ലാർജ് പോപ്പുലേഷൻ ബേസ്ഡ് ആയിട്ട് വരുന്നത്. അഡ്വക്കേറ്റിംഗ് ഫോർ പോളിസി ചേഞ്ച്, ഒരു പോളിസി മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുന്നു, അതൊരു മാക്രോ ലെവലല്ല. നമ്മളൊരു പോളിസിയിൽ ഒരു മാറ്റം കൊണ്ടുവന്ന ഒരു വ്യക്തിക്കായിരിക്കും അപ്പോൾ അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടാവില്ല, ഒരു സമൂഹത്തിനായിരിക്കും അതിന്റെ ബെനിഫിറ്റ് കിട്ടാല്ല. ദാറ്റ് ഈസ് എ മാക്രോ ലെവൽ പ്രാക്ടീസ്, പോളിസി ചേഞ്ച്. അപ്പൊ അത് വരാം. ക്യാമ്പയിനിങ് ഫോർ ഇനാക്ട്മെന്റ് ഓഫ് ന്യൂ സോഷ്യൽ ലെജിസ്ലേഷൻ, ഒരു പുതിയ സോഷ്യൽ ലെജിസ്ലേഷൻ കൊണ്ടുവരുന്നു. അതിന്റെ പുതിയ സോഷ്യൽ ലെജിസ്ലേഷൻ വന്നു കഴിഞ്ഞാൽ അതൊരു വ്യക്തിക്കായിരിക്കും ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കുടുംബത്തിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നതായിരിക്കും. അല്ല, അതൊരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റീനെയോ അതല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാറ്റഗറി ഓഫ് പീപ്പിളിനെ അതല്ലെങ്കിൽ മൊത്തം സമൂഹത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലായിരിക്കും വരുന്നുണ്ടായിരിക്കും. അപ്പൊ അതും വരും. സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ആക്ച്വലി ഒരു മൈക്രോ ലെവലും അല്ല മാക്രോ ലെവലും, അതൊരു മിസോ ലെവൽ പ്രാക്ടീസ് നമുക്ക് വേണമെങ്കിൽ പറയാം. രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്ന, അല്ലെ നമുക്കറിയാം ഒരു ആവറേജ് ഗ്രൂപ്പിന്റെ സൈസ് എത്രയൊക്കെ നമ്മൾ പറയാം, 8 to 12 എന്നൊക്കെ രീതിയിൽ നമ്മൾ പറയില്ല, ഒരു ആവറേജ് ഗ്രൂപ്പ് വർക്കിൽ ഗ്രൂപ്പിന്റെ സൈസ് ഒക്കെ ആയിട്ട് പറയാം. അപ്പൊ അതൊരു മിസോ ലെവലിൽ നിൽക്കുന്നതാണ്. അതെന്തല്ല മൈക്രോ എന്നോ മാക്രോ എന്നോ നിങ്ങൾ പറയണ്ട. അപ്പൊ നമുക്ക് ഇന്ന് ഒഴിവാക്കാം. സോഷ്യൽ കേസ് വർക്ക് എന്താ, മൈക്രോ ലെവലാണ്, ഇൻഡിവിജ്വൽ ഫോക്കസ്ഡ് ആയിട്ടാണ് വരുന്നത്, ഒരു വ്യക്തിനെ ഓറിയന്റഡ് ആയിട്ടാണ് വരുന്നത്. സോ ദാറ്റ് ഈസ് മൈക്രോ ലെവൽ. അപ്പൊ അതും വരില്ല, ബാക്കി എന്ത് മാത്രമേ വരുന്നുള്ളൂ, എയും ബിയും ആണ് ആൻസർ വരുന്നത് കേട്ടോ. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ഗ്രൂപ്പ് വർക്ക് ആണ് കുറച്ചും കൂടെ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവുക, സി വരുമോ എന്നുള്ളത്. പക്ഷെ സി വരുന്നില്ല. ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുന്നത് മിസോ ലെവലാണ്, ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് ആളുകളെ മാത്രമേ ബാധിക്കുന്നുള്ളൂ. ഓക്കെ, ശരി. അടുത്ത് നോക്കിയേ, ബോസ്റ്റൽ സ്കൂൾസ് എ ടൈപ്പ് ഓഫ് ജയിൽ ഇൻ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ഈസ് മെന്റ് ഫോർ. എന്തിനു വേണ്ടിയിട്ടാണ് ബോസ്റ്റൽ സ്കൂൾസ് വന്നിട്ടില്ല എന്ന് ചോദിച്ചിരിക്കുന്നത്. സ്കൂൾ എന്നുള്ള ഒരു സംഭവത്തിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ടോ നോക്കിക്കേ. യങ് ഒഫൻഡേഴ്സ്, എൽഡർലി പ്രിസണേഴ്സ്, ഫീമെയിൽ പ്രിസണേഴ്സ് ഓൺലി, ഡിസേബിൾഡ് പ്രിസണേഴ്സ്. എന്താ വരുന്നത് നോക്കിക്കേ. അല്ലേ, ബോസ്റ്റൽ സ്കൂൾസ് എന്തിനു വേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ബോസ്റ്റൽ സ്കൂൾസ് എന്തിനു വേണ്ടിയിട്ട് വരുന്നത്, യങ് ഒഫൻഡേഴ്സിന് വേണ്ടിയിട്ട് വരുന്നതാണ്, അല്ലെങ്കിൽ യങ് ആയിട്ടുള്ള ഒഫൻഡേഴ്സിന് അവരുടെ എന്താ പറയാ റീഹാബിലിറ്റേഷനും അതേപോലെ തന്നെ അവരുടെ റീഎൻഫോഴ്സ്മെന്റും കാര്യങ്ങളൊക്കെ, അവരുടെ റീഹാബിലിറ്റേഷനും അവരെ സമൂഹത്തിലേക്ക് ബാക്ക് ടു ഫംഗ്ഷനിങ്ങിനും എല്ലാത്തിനും വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് ബോസ്റ്റൽ ഹോംസ് എന്ന് പറയുന്നത്. നിങ്ങൾ വെൽഫെയർ ഓഫീസറിന്റെ എക്സാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന്റെ സിലബസിൽ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബോസ്റ്റൽ ഹോംസ് എന്താണ് വരുന്നത്, ജയിൽ സെറ്റപ്പ് എന്താ വരുന്നത്, പ്രിസൺ സെറ്റപ്പ് എന്താ വരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് പ്രിപ്പയർ ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടെ അത് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നുണ്ടാവും. ഓക്കെ, ശരി. യങ് ഒഫൻഡേഴ്സ് ആണ് ഇതിന്റെ ആൻസർ വരുന്നത് കേട്ടോ. അടുത്ത് നോക്കിയേ, ILO ഉണ്ട്, ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ഉണ്ട്, റോയൽ കമ്മീഷൻ ഉണ്ട്, ഫസ്റ്റ് നാഷണൽ കമ്മീഷൻ ഓൺ ലേബർ. ആക്ച്വലി ഇവര് റോയൽ കമ്മീഷൻ ഓൺ ലേബർ എന്നും കൂടെ പറയണമായിരുന്നു, പക്ഷെ അത് പറഞ്ഞിട്ടില്ല. റോയൽ കമ്മീഷൻ മാത്രമേ പറഞ്ഞുള്ളൂ. റോയൽ കമ്മീഷൻ ഓൺ ലേബർ എന്നും കൂടെ പറയേണ്ടായിരുന്നു ആക്ച്വലി ഉണ്ടായിരുന്നത്. പക്ഷെ കുഴപ്പമില്ല, അതില്ലെങ്കിലും നമുക്ക്, കാരണം എന്താ വെച്ചാൽ റോയൽ കമ്മീഷൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ക്രൗണിന്റെ അണ്ടറിലുള്ള എല്ലാ കമ്മീഷൻസിനും കൂടെ റോയൽ കമ്മീഷൻ എന്ന് പറയുന്നത്, റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ ഉണ്ടായിരുന്നു, റോയൽ കമ്മീഷൻ ഓൺ ലേബർ ഉണ്ടായിരുന്നു, ഒരുപാട് റോയൽ കമ്മീഷൻസ് ഉണ്ട്. ക്രൗണിന്റെ അണ്ടറിൽ അർത്ഥം വരുന്നേ ഉള്ളൂ റോയൽ കമ്മീഷൻ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ഇവിടെ ലേബർ ഉദ്ദേശിച്ചിരിക്കുന്നത്, ബാക്കിയെല്ലാം ലേബർ റിലേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് അതും ലേബർ ആണെന്ന് ഉദ്ദേശിക്കാം. ഓക്കെ, അപ്പൊ എന്താ വരുന്നത്, കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് ABCD, കറക്റ്റ് ഓർഡറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആദ്യം ലേബർ ഓർഗനൈസേഷൻ വന്നു, പിന്നെ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് വന്നു, ഓൾ ഇന്ത്യ, പിന്നെ റോയൽ കമ്മീഷൻ ഓൺ ലേബർ വന്നു, പിന്നെ ഫസ്റ്റ് നാഷണൽ കമ്മീഷൻ ഓൺ ലേബർ വന്നു. ഓക്കെ, ILO വന്ന 1919-ലാണ്, AITUC വന്നത് 1920-ലാണ്, റോയൽ കമ്മീഷൻ ഓൺ ലേബർ വന്നത് 1929-ലാണ് വന്നത്, ഫസ്റ്റ് നാഷണൽ കമ്മീഷൻ ഓൺ ലേബർ വന്നത് 1966 ആണ്. അത് ലെഡ് ചെയ്തിട്ടുള്ളതാണ് ഗജേന്ദ്ര ഖദ്കർ എന്ന് പറയുന്ന ഒരു പുള്ളിയാണ് ലെഡ് ചെയ്തിട്ടുള്ളത്. അതും കൂടെ ഓർത്ത് വെക്കുക, അതിന്റെ ചെയർമാൻ ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ ലീഡ് ചെയ്തിട്ടുള്ള പുള്ളിയാണ്. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു വാരിയബിൾസ് ഇൻ റിസർച്ച്. റിസർച്ചിലെ വാരിയബിൾസുമായിട്ട് കണക്ട് ചെയ്തിട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ കണ്ടിന്യൂസ് വാരിയബിൾ ക്യാൻ അസ്യൂം എനി ന്യൂമറിക്കൽ വാല്യൂ വിത്തിൻ എ സ്പെസിഫിക് റേഞ്ച് ലൈക്ക് ഏജ്. അതായത് ഒരു കണ്ടിന്യൂസ് വാരിയബിൾ ആണെങ്കിൽ അതിന് ഏത് ന്യൂമറിക്കൽ വാല്യൂ അസൈൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി ശരിയാണ്. അതിനല്ലേ കണ്ടിന്യൂസ് വാരിയബിൾ എന്ന് പറയുന്നത്. ഒരു ഏജ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് വാരിയബിൾ 1 to 5, 5 to 10 എന്ന് പറയുമ്പോൾ ഒരു കണ്ടിന്യൂസ് വാരിയബിൾ ആണ് കൊടുത്തിരിക്കുന്നത്. കണ്ടിന്യൂസ് വാരിയബിളിന് ഏത് റേഞ്ച് വേണമെങ്കിലും അച്ചീവ് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എക്സ്ട്രേനിയസ് വാരിയബിൾസ് ആർ മാക്രോ ലെവൽ ഫാക്ടേഴ്സ് ദാറ്റ് റിമെയിൻ ഹിഡൻ.
നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്, എക്സ്ട്രാനിയസ് വാരിയബിൾ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ എക്സ്ട്രാനിയസ് വാരിയബിൾ? ന്യൂസൻസ് വാരിയബിൾ എന്നൊക്കെ നമ്മൾ പറയുന്നതാണ് എക്സ്ട്രാനിയസ് വാരിയബിൾ എന്ന്. നമുക്കൊരു ആവശ്യമില്ല എന്നാൽ നമ്മുടെ റിസർച്ചിലേക്ക് കടന്നു വരും ചെയ്യും, നമ്മുടെ റിസൾട്ടിന്റെ മാഗ്നിറ്റ്യൂഡിനെ സാരമായി ബാധിക്കുകയും ചെയ്യുന്ന വാരിയബിൾസ് ആണ് എക്സ്ട്രാനിയസ് വാരിയബിൾസ്. ദേ നീഡ് നോട്ട് ടു ബി ഓൾവേസ് മാക്രോ ലെവൽ. അവർ മാക്രോ ലെവലിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർ മാക്രോ ലെവലിൽ മാത്രമേ ഉള്ളൂ എന്നൊരു അർത്ഥമില്ല. സോ അത് ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് തെറ്റാണ്. ദേ ആർ മാക്രോ ലെവൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. മാക്രോ ലെവലിലാണെന്ന് നമുക്ക് ഉറപ്പ് പറയാനൊന്നും പറ്റില്ല. ന്യൂസൻസ് വാരിയബിൾ ആണ് അവർ. ഓക്കെ, ഡിപെൻഡന്റ് വാരിയബിൾസ് റിലൈസ് upon or is a consequence of other variable. നമ്മൾ പറഞ്ഞല്ലേ അത് ഡിപെൻഡന്റ് വാരിയബിളിൽ എന്താ ഉണ്ടാവുക, എഫക്ട് കോസ്, അതിൽ ചേഞ്ച് ഓഫ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കും. ഒരു ഇൻഡിപെൻഡന്റ് വാരിയബിളിൽ ഉണ്ടാവുന്നതിന്റെ എഫക്റ്റ് ആയിരിക്കും ഡിപെൻഡന്റ് വാരിയബിളിൽ കാണിക്കുന്നുണ്ടായിരിക്കുക. സോ ഡിപെൻഡന്റ് വാരിയബിൾ എന്ന് പറയുന്നത് കോൺസിക്വൻസ് ആണ് അല്ലെ, അതർ വാരിയബിൾ ഉണ്ടാവുന്ന മാറ്റത്തിന്റെ പ്രതിഫലനമായിരിക്കും ഡിപെൻഡന്റിൽ ഉണ്ടായിരിക്കുക. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? ശരിയാണ്. ഇൻഡിപെൻഡന്റ് വാരിയബിൾ ഈസ് മാനിപ്പുലേറ്റഡ് ഇൻ എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻ. ശരിയല്ലേ? നമ്മൾ മാറ്റം വരുത്തുന്നത് ഏതിലാണ്? ഇൻഡിപെൻഡന്റ് വാരിയബിൾ. അപ്പൊ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉറക്കവും സ്റ്റഡി കോൺസെൻട്രേഷൻ തമ്മിലൊരു ബന്ധം. ഉറക്കത്തിൽ മാറ്റം വരുന്നു, നമ്മൾ മാറ്റം വരുത്തുന്ന ഉറക്കത്തിൽ. അത് ഒരാളെ 5 മണിക്കൂർ ഉറക്കി, ഒരാളെ 10 മണിക്കൂർ ഉറക്കി, ഒരാളെ 15 മണിക്കൂർ ഉറക്കി. എന്നിട്ട് ഇവരുടെ സ്റ്റഡി ടൈമിൽ ഉണ്ടാവുന്ന മാറ്റം അല്ലെങ്കിൽ കോൺസെൻട്രേഷനിൽ എത്രത്തോളം ചേഞ്ച് ഉണ്ടെന്ന് നമ്മൾ പഠിക്കാന്ന് വിചാരിക്കുക. നമ്മൾ മാറ്റം വരുത്തുന്നത് ഇൻഡിപെൻഡന്റ് വാരിയബിളിലാണ്. ഇൻഡിപെൻഡന്റിൽ ഉണ്ടാവുന്ന മാറ്റത്തിനനുസരിച്ചും സ്വയം മാറുന്നതാണ് ഏത് ഡിപെൻഡന്റ് വാരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഡിപെൻഡന്റ് വാരിയബിൾ ഈസ് മാനിപ്പുലേറ്റഡ് ഇൻ എക്സ്പെരിമെന്റ്. നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നു അതിനെ, കറക്റ്റ് ആണ്. കൺഫൗണ്ടിങ് വാരിയബിൾസ് ആർ ഡിപെൻഡന്റ് വാരിയബിൾസ് ഇൻ ക്വാസി എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻ. ഡിപെൻഡന്റ് വാരിയബിൾ ആണ്, നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതിന്റെ നമുക്ക് എന്താക്കാം, അത് തെറ്റാണെന്ന് കൊടുക്കാം. ഇതിന് എക്സ്പ്ലനേഷൻ പറഞ്ഞുതരാം കേട്ടോ ഞാൻ. അപ്പൊ ACD ആണ് ഇതിലെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് വരുന്നത്. ACD ഇതാണ് ഇതിന്റെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ഓക്കെ, നോക്കിക്കേ, എക്സ്ട്രാനിയസ് വാരിയബിൾ അൺകൺട്രോൾഡ് വാരിയബിൾസ് ആണ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ റിസർച്ചിലേക്ക് വെളിഞ്ഞു കയറി വരുന്ന തൊന്തരമാണ് എന്തെന്ന് പറയുന്നത് എക്സ്ട്രാനിയസ് വാരിയബിൾ. എക്സ്ട്രാ പുറത്തുനിന്നുള്ള എക്സ്ട്രാ ആണ്, നമുക്ക് ആവശ്യമില്ല, എക്സ്ട്രാ ആയിട്ട് കിടക്കുന്ന സർപ്ലസ് ആണ്, നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്, പറ്റുന്നില്ല. അതാണത്. അൺകൺട്രോൾഡ് വാരിയബിൾസ് ആണ്. ദാറ്റ് മേ അഫക്ട് ദ ഡിപെൻഡന്റ് വാരിയബിൾ. ഡിപെൻഡന്റ് നമ്മുടെ റിസൾട്ടിനെ സാരമായി ബാധിക്കുന്ന, നമ്മുടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടിനെ ബാധിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ എങ്ങനെയാ, ഇൻഡിപെൻഡന്റ് വാരിയബിൾ ആണ് ഡിപെൻഡന്റ് വാരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത്. പക്ഷെ എക്സ്ട്രാനിയസ് വാരിയബിൾ ഉണ്ടെങ്കിൽ ഇയാളും കയറി അങ്ങ് ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ എന്താണ്, നമുക്ക് റിസൾട്ട് കിട്ടുമ്പോൾ ശരിക്കും കിട്ടുക ഇല്ല. നമുക്ക് പറയാൻ പറ്റും ഇൻഡിപെൻഡന്റ് വാരിയബിൾ ഉറക്കം കൊണ്ട് മാത്രമാണ് ഇയാളുടെ പഠനത്തിൽ ഈ മാറ്റം വന്നത് പറയാൻ പറ്റും? പറ്റില്ല. കാരണം ഇപ്പുറത്ത് വേറെ നമ്മൾ മന്തി കഴിക്കുന്നുണ്ട്, ഡെയിലി ബിരിയാണി കഴിക്കുന്നുണ്ട്, എനീച്ച വഴിക്ക് നമ്മൾ ബിരിയാണി കഴിക്കുന്നത്. ബിരിയാണി കഴിച്ചിട്ട് നമ്മൾ പിന്നെ കിളി പോയ പോലെ പഠിക്കാൻ വന്നിരിക്കുന്നത് വിചാരിക്കാം. അപ്പൊ അത് എക്സ്ട്രാനിയസ് വാരിയബിൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല. ഇത് എക്സ്ട്രാനിയസ് അല്ല, നമുക്ക് ബിരിയാണി ഒഴിവാക്കാം. പക്ഷെ അങ്ങനത്തെ വാരിയബിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്ട്രാനിയസ് വാരിയബിൾ എന്ന് പറയുന്നത്. നോട്ട് നെസസറിലി മാക്രോ ലെവൽ. മാക്രോ ലെവൽ ആണെന്ന് ഉറപ്പ് നിർബന്ധമൊന്നുമില്ല. അതേ ആർ ന്യൂസൻസ് വാരിയബിൾസ് എന്ന് പറയും. ഇനി കൺഫൗണ്ടിങ് വാരിയബിൾസ് എന്ന് പറയുന്നത് അൺകൺട്രോൾഡ് വാരിയബിൾസ് തന്നെയാണ്. ദേ മേ ഇന്റർഫിയർ വിത്ത് ദ ഒബ്സർവ്ഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിപെൻഡന്റ് വാരിയബിൾ. ഇൻഡിപെൻഡന്റ് വാരിയബിളിന്റെയും ഡിപെൻഡന്റ് വാരിയബിളിന്റെയും റിലേഷൻഷിപ്പിനെ തമ്മിൽ അതിനെ സാരമായി അതിൽ കയറി ഇടപെടുന്ന വാരിയബിൾസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് കൺഫൗണ്ടിങ് വാരിയബിൾസ് എന്ന് പറയുന്നത്. ഇവര് സാധാരണഗതിയിൽ ഇൻഡിപെൻഡന്റ് വാരിയബിളുമായിട്ട് ഒരു ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ കാണുന്നുണ്ടായിരിക്കുക. നോട്ട് ഡിപെൻഡന്റ് വാരിയബിൾ ദംസെൽസ്. ഇത് നമ്മൾ സ്റ്റേറ്റ്മെന്റിൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അവരാണ് ഡിപെൻഡന്റ് വാരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കൺഫൗണ്ടിങ് വാരിയബിൾസ് എന്ന് പറയുന്നത് ഡിപെൻഡന്റ് വാരിയബിൾസ് അല്ല, അവർ ഇൻഡിപെൻഡന്റ് വാരിയബിളിന്റെ കൂടെ നിൽക്കുന്നതാണ്. ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നതുമായിട്ടുള്ള വാരിയബിൾസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺഫൗണ്ടിങ് വാരിയബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ശരി. ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 10 ചോദ്യത്തോളം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പൊ 5 വീഡിയോയിലും കൂടെ മൊത്തം 50 ചോദ്യത്തോളം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.